ഉരുവിടുക, പറ്റുവാണെങ്കിൽ വചനം ബൈഹാർട്ട് ചെയ്യുക. നിങ്ങളുടെ ലൈഫിനകത്ത് വിപ്ലവം നിങ്ങൾ കാണും. ഞാൻ ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു. ഇന്ന് ഓസ്ട്രേലിയയിൽ അവിടെയുള്ള ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ടോപ്പ് പൊസിഷനകത്ത് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഇവനെ ഞാൻ പരിചയപ്പെട്ട സമയത്ത് അവൻ്റെ ഒത്തിരി പ്രായമൊന്നുമില്ല കേട്ടോ, 28-29 വയസ്സേ ഉള്ളൂ. പക്ഷേ ആ 29 വയസ്സുകാരന് എത്താൻ പറ്റുന്നതിനേക്കാൾ ഭയങ്കര പൊസിഷനിലാണ് അവൻ നിൽക്കുന്നത്. അവിടുത്തെ സർക്കാരിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ കാര്യം ഈ ചെറുപ്പക്കാരൻ ഒപ്പിടുന്ന അത്ര തന്ത്രപ്രധാനമായ പോസ്റ്റിൽ ഈ ചെറുപ്പക്കാരൻ അവനോട് പറഞ്ഞു, അവൻ്റെ 10ാം ക്ലാസ് വരെ അവനൊരു ആവറേജ് ആയിരുന്നു, അല്ലെ ബിലോ ആവറേജ് എന്ന് പറയേണ്ടി വരും. ചില വിഷയങ്ങൾക്കകത്ത്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പോലുള്ള വിഷയത്തിനകത്ത് അവൻ ഫോൺ നമ്പറായിരുന്നു തൻ്റെ മാർക്ക് എന്ന് പറയുന്നത്. നിത്യം പൊട്ടുന്ന മനുഷ്യനാണ്. അവൻ്റെ അധ്യാപകർ പറഞ്ഞു, ഇങ്ങനൊരുത്തൻ ഞങ്ങളുടെ സ്കൂളിന് അപമാനമായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ 9ാം ക്ലാസ്സിൽ തുടങ്ങി ഇവൻ്റെ അമ്മ ചെയ്തൊരു വിപ്ലവം ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും പോകുന്ന വഴിക്ക് ചെറിയൊരു ബിറ്റ് ഓഫ് പേപ്പറിനകത്ത് വാക്യം എഴുതി വിടും. ചെറിയൊരു വാക്യം എഴുതി, ലേഖനങ്ങളിലൊരു വാക്യം എഴുതി അവൻ്റെ കൈ കൊടുത്തു വിടും. ഇവനത് പോക്കറ്റ് ഇടും. ഇവൻ്റെ അമ്മ ഇവനോട് പറഞ്ഞു, നിനക്ക് സമയം കിട്ടുന്ന സമയത്ത്, നീ ഒരു ദിവസം കൊണ്ട് പഠിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുന്നില്ല, നീ 2 ദിവസവും 3 ദിവസം എടുത്ത് ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ നീ ഇതൊന്ന് നോക്കണം, നോക്കിയിട്ട് നീ ഇതൊന്ന് കാണാതെ പഠിക്കണം. ഇവൻ അത് പഠിക്കുന്ന ആദ്യത്തെ ദിവസങ്ങളൊക്കെ 3 ദിവസം എടുത്തൊരു വാക്യം പഠിക്കാൻ. പക്ഷെ 3 ദിവസം എന്നുള്ളത് പിന്നെ 2 ദിവസമായി, പിന്നെ അത് 1 ദിവസമായി. 1 ദിവസം 2 വാക്യം പഠിക്കാൻ തുടങ്ങി. 10ാം ക്ലാസ്സിലെ ഫൈനൽ എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് അവൻ കാരാഗ്രഹ ലേഖനങ്ങൾ മുഴുവൻ കാണാതെ പഠിച്ചു. എഫേസ് ലേഖനം, ഫിലിപ്പി ലേഖനം, കൊലോസി ലേഖനം, ഫിലമോന്റെ ലേഖനം, 4 ലേഖനങ്ങൾ അവൻ കാണാതെ പഠിച്ചു. 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് വന്ന സമയത്ത് മണ്ഡലെന്ന് പറഞ്ഞവൻ ഇംഗ്ലീഷിന് 93 മാർക്കോടെ പാസ്സായി. 9ാം ക്ലാസ് വരെ അതിനകത്ത് 1 ഡിജിറ്റ് നമ്പർ മാത്രം മാർക്ക് വാങ്ങിച്ചവൻ ഒറ്റ വർഷം കൊണ്ട് എന്നാ സംഭവിച്ചു? ഒരു മാറ്റവും ഇല്ല. പണ്ട് പോയ അതേ സ്ഥലത്താണ് പഠിക്കുന്നത്, പണ്ട് പോയ അതേ സിസ്റ്റത്തിനകത്താണ് നിൽക്കുന്നത്. പക്ഷെ ഒറ്റ കാര്യം സംഭവിച്ചു, അവൻ വചനം അവൻ്റെ ബുദ്ധി തെളിച്ചു. എന്ന് പറഞ്ഞാൽ ദൈവ വചനം ഡീൽ ചെയ്യാൻ തുടങ്ങിയാൽ എല്ലാ മേഖലയ്ക്കകത്തും മാറ്റം വരും. അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നെങ്കിൽ, എൻ്റെ പ്രിയരെ, നമ്മൾ ഈ വചനം ഉരുവിടുന്നതും, നമ്മൾ ഈ വചനം പറയുന്നതും, നമ്മൾ ഈ വചനം വായിക്കുന്നതും നമ്മളിൽ അസാധാരണമായ ഒരു ദൈവത്തിൻ്റെ ഇടപെടൽ നടക്കും. കാരണം ഈ വചനമാണ് നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കുന്നത്, വചനമാണ് നമ്മളെ ഇളക്കി മറിക്കുന്നത്, വചനമാണ് നമ്മെ നിയന്ത്രിക്കുന്നത്, വചനമാണ് നമ്മെ ശുദ്ധീകരിക്കുന്നത്, വചനമാണ് നമ്മെ സൗഖ്യമാക്കുന്നത്, വചനത്തിൻ്റെ ശക്തിയാണ് നമ്മെ ജീവിപ്പിക്കുന്നത്. രാത്രി ഞാൻ ഈ ജനത്തോട് പറയുന്നു, ഗൗരവമായിട്ട് നിങ്ങൾ വചനത്തിനകത്തേക്ക് പോവാ. നിങ്ങളുടെ ലൈഫിനകത്ത് നിങ്ങൾ ഇതുവരെ തിരിച്ചറിയാത്ത അസാധാരണ ഇടപെടലുകൾ നിങ്ങൾ ചെയ്യാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും.